മുനമ്പം ഭൂമി വിഷയം പരിഗണിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചു തുടങ്ങി. തപാൽ മുഖേനയും സർക്കാർ പ്രവർത്തി ദിനങ്ങളിൽ കാക്കനാട് ഓഫീസിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ബന്ധപ്പെട്ടവർക്ക് നേരിട്ടും സമീപിക്കാൻ വരുന്ന രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ജുഡീഷ്യൽ കമ്മീഷൻ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരിട്ടും തപാൽ മുഖേനയും ഈ ആക്ഷേപങ്ങൾ അറിയിക്കാവുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്, അല്ലേ? നിഖിൽ, ഈ മുനമ്പം ഭൂവിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രാരംഭ നടപടി പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തപാൽ മുഖേന പരാതിയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും നിലവിൽ സമർപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാക്കനാടാണ് കമ്മീഷന്റെ ഓഫീസ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഈ സമാനമായിട്ടുള്ള പരാതികളും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനും സാധിക്കും. പ്രാരംഭഘട്ടത്തിലാണ് നിലവിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സജ്ജമായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഒരു പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഈ മുനമ്പത്തെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ഭൂമി, അതിന്റെ കിടപ്പ്, വ്യാപ്തി എന്നിവയടക്കമായിരിക്കും പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ഏത് വിധത്തിലാണ് ഈ മുനമ്പത്തെ തീരദേശ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക, ഇത് സംബന്ധിച്ചുള്ള ശുപാർശകൾ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുക. ഈ ഉത്തരവാദിത്തമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് മുന്നിലുള്ളത്. 3 മാസത്തെ സമയ കാലാവധിയാണ് നിലവിൽ കമ്മീഷന് സർക്കാർ നൽകിയിട്ടുള്ളത്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും വേണം. ഈ കമ്മീഷന് മേലൊരു പ്രതീക്ഷ മുനമ്പത്തെ തീരദേശ ജനത വയ്ക്കുന്നുണ്ടെങ്കിലും സമരവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. 55 ദിവസം പിന്നിടുകയാണ് ഈ മുനമ്പത്തെ തീരദേശ ജനത വഖഫ് അധിനിവേശത്തിനെതിരെ സമരം തുടങ്ങിയിട്ട്. ദിനംപ്രതി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ, സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഈ പറയുന്ന മുനമ്പത്തേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി സ്വാമികളടക്കം എത്തിയിരുന്നു. ആദ്യഘട്ടം മുതലേ BJP ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പൊതുവായിട്ടുള്ള ഒരു പിന്തുണ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇടത് വലത് മുന്നണികൾ ഒരു മൃദു സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് കമ്മീഷന്റെ നടപടി ക്രമങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത്. കമ്മീഷനുമായിട്ട് സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ മുനമ്പത്തെ തീരദേശ ജനത വ്യക്തമാക്കിയതാണ്. പക്ഷേ സമരവുമായിട്ട് മുന്നോട്ട് പോകുക, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ രേഖകൾ, ഈ വീടുകൾ കയറിയിറങ്ങി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് ഒരു എതിർപ്പ് ഉണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ, അത് കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ അടക്കമായിരിക്കും ഇനി ഈ മുനമ്പം വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക. ശരി രേഷ്മ, മുനമ്പം ഭൂവിഷയം പരിഗണിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചു തുടങ്ങി വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.